രാജു എബ്രഹാം CPM നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ രാജു എബ്രഹാം, ഇതിലിപ്പോൾ അത് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു ഈ പാരഡി ഗാനം എന്നതാണ്. പോലീസ് പ്രാഥമികമായ അന്വേഷണം നടക്കുന്നുണ്ട്, കേസെടുക്കാനുള്ള ഒരു സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ EP ജയരാജൻ പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരല്ല എന്ന് പറയുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ പാർട്ടിയിലൊരു പ്രശ്നമുണ്ട് എന്നത് തന്നെയാണോ താങ്കളുടെ ഒരു വിലയിരുത്തൽ, പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ? കമ്മീഷൻ പല സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ 1-2 തവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ട കാര്യമാണ് മതങ്ങളെയോ മതചിഹ്നങ്ങളെയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല. അവിടെയാണ് സ്വാമി അയ്യപ്പനെ തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചഴിച്ചിരിക്കുന്നത്. ഇത് ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ അതിനെ തുടർന്നാണ് ഇപ്പോൾ പല സംഘടനകളും, ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വരുന്നു. പല സംഘടനകളും ഇതിനെതിരെ DGPക്ക് പരാതി കൊടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരുന്നു. ഒട്ടേറെ ആളുകൾ ഞങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബിലടക്കം പല പ്രതികരണങ്ങളും ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ തന്നെ അത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ. പക്ഷേ അതിനൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നല്ലോ ശ്രീ രാജു എബ്രഹാം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഒരു രാഷ്ട്രീയ ആയുധമായി അവർ ഉപയോഗിക്കുമ്പോൾ ആ രീതിയിൽ ഉപയോഗിച്ചതല്ലേ? മാത്രമല്ല നേരത്തെയും ഇത്തരത്തിൽ പാരഡി ഗാനങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുമുണ്ടല്ലോ. രാജപ്പന്റെ കാലഘട്ടം മുതൽ കേരളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ആസ്വദിച്ചിട്ടുള്ള ആളുകളുമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ദൈവങ്ങളെയോ അല്ലെങ്കിൽ മതങ്ങളെയോ മതസ്ഥാപനങ്ങളെയോ മതചിഹ്നങ്ങളെയോ വെച്ചുകൊണ്ടുള്ള ഒരു പാരഡി ഗാനം നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ശേഷന്റെ കാലഘട്ടം, ഇതിന് ശേഷം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ വളരെ കർശനമായി എല്ലാവരും പാലിക്കുന്ന ഒരു സമീപനവുമുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ കേസുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ശ്രീമതി ശ്രീലേഖ പുറത്തുവിട്ട സർവേ നേരത്തെ പുറത്തുവിട്ടു എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പം ഇങ്ങനെയുള്ള ഒരു സമയത്ത് സ്വാമി അയ്യപ്പനെ പോലെ കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് വിശ്വാസികൾ നെഞ്ചിലേറ്റുന്ന ഒരു ദൈവത്തെ ഒരു കാരണവശാലും ഒരു പാരഡി ഗാനത്തിലൂടെ അത് വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്നതാണോ അതോ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നതാണോ? ഏതാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അതോ രണ്ടും ഉണ്ട് എന്നതാണോ? വിശ്വാസത്തെ വ്രണപ്പെടുത്തിയത് കൊണ്ടാണല്ലോ പല സംഘടനകളും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം വരുത്തി എന്നുള്ളത് ഞങ്ങളുടെ ആരോപണമാണ്. അപ്പം വിശ്വാസത്തെ വ്രണപ്പെടുത്തി ഇത് ഇന്നലത്തെ ചില അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ കഴിഞ്ഞത് ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത്. അപ്പം ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. CPM, അതായത് പത്തനംതിട്ട ഇപ്പൊ താങ്കൾ ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ ഒരു പരാതിയുമായി CPM മുന്നോട്ട് പോകുന്നുണ്ടോ? അത്തരത്തിലൊരു പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്? പാർട്ടി സ്റ്റേറ്റ് സെന്ററുമായിട്ട് ഞങ്ങൾ ആലോചിച്ചു വരികയാണ്. നാളെ പാർട്ടി കമ്മിറ്റി പത്തനംതിട്ടയിൽ ചേരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ എന്തു വേണം, എങ്ങനെ വേണം എന്ന് ഇക്കാര്യത്തിൽ പാർട്ടി തീരുമാനിക്കുന്നത്. പിന്നെ മുമ്പേ ചോദിച്ചതുപോലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ വളരെ മാതൃകാപരമായ നടപടിയാണ് കേരള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം തന്നെ അറിയാം. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ള പ്രാഥമിക പരിശോധനയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ഗവൺമെന്റ് പോയില്ല, അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനാണ് ഈ ഗവൺമെന്റ് തയ്യാറായത്. പക്ഷേ അപ്പോഴും പാർട്ടി ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല രാജു എബ്രഹാം. അതും ഇപ്പോഴും വലിയ വിമർശന വിധേയമായ ഒരു കാര്യമാണ്. പാർട്ടി നടപടി എടുത്തിട്ടില്ല എന്നൊരു സംഗതി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും കുറ്റപത്രം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കുറ്റപത്രം കൊടുക്കും എന്നായിരുന്നു ധാരണ. എന്നാൽ പിന്നെ ഹൈക്കോടതി അത് 1.5 മാസം കൂടെ നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുറ്റപത്രം വരുമ്പോൾ മാത്രമാണ് അവിടെ എന്തൊക്കെയായിരുന്നു. ഇപ്പൊ ആകെ മാറുന്ന ചിത്രമല്ലേ. ആദ്യം രേഖ തിരുത്തി പത്മകുമാർ എന്നാണ് കേട്ടത്. ഇപ്പം അത് തിരിച്ചത് ജയശ്രീ എന്ന ഉദ്യോഗസ്ഥയാണെന്നാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അപ്പം യഥാർത്ഥത്തിലുള്ള കുറ്റങ്ങൾ വരട്ടെ. നമുക്ക് എന്തിനാണ് അല്പം ധൃതി? പിന്നെ പാട്ടിൽ സഖാക്കൾ മാത്രമാണോ ഉൾപ്പെട്ടിട്ടുള്ളത്? അല്ലല്ലോ. സഖാക്കൾ മാത്രമല്ല, ഇപ്പൊ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം മോട്ടിച്ചുകൊണ്ട് പോയി അവിടെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി ഡൽഹിയിൽ പോയി
നമ്മുടെ കേരളത്തെ 2 പാർലമെന്റ് മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ ബ്രേസ്ലെറ്റ് ഈ വള ഇട്ടത് ആർക്കാണ്? സോണിയാഗാന്ധിക്കല്ലേ? അപ്പം ഇവിടെ സഖാക്കൾ മാത്രമല്ല, എന്തുകൊണ്ട് സോണിയാഗാന്ധിയുടെയും ഈ MP-മാരുടെയും പേര് ഈ പാരഡി ഗാനത്തിൽ ഉൾപ്പെടുത്തിയില്ല? അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം മോട്ടിച്ചു കൊണ്ടുപോയ സ്വർണ്ണം ഉപയോഗിച്ച് പണിത ബ്രേസ്ലെറ്റ് കൊടുക്കുന്ന ഫോട്ടോ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? തെറ്റല്ലേ കാണിച്ച്? ശരി, ശ്രീ രാജു എബ്രഹാം, ഏതായാലും വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം ആവശ്യമെങ്കിൽ പാർട്ടി നടപടി സ്വീകരിക്കും പത്മകുമാറിനെതിരെ എന്നൊരു നിലപാടാണ് എടുക്കുന്നത്. ഈ പാരഡി ഗാന വിവാദത്തിൽ ഏതായാലും ഇതിൽ പരാതി നൽകുന്ന കാര്യം CPM ആലോചിച്ചു വരികയാണ്. ജില്ലാ കമ്മിറ്റി പാർട്ടി സെന്ററുമായി ആലോചിച്ച ശേഷമായിരിക്കും അതിൽ തീരുമാനമെടുക്കുക എന്നതാണ് ശ്രീ രാജു എബ്രഹാം പറയുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമുണ്ട്, ഒപ്പം വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നത് കൂടി എന്നതാണ് രാജു എബ്രഹാം പറയുന്നത്. നമുക്ക്